അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ അരിസ് പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, മലയാളികൾക്ക് നാണക്കേടാണ്. ആസാമെന്ന് ഒരു വ്യക്തി വന്നിട്ട്, ആസാമത്തെ ഒരു വ്യക്തി വന്നിട്ട് കുന്നംകുളത്ത്, കേരളത്തിൽ കുന്നംകുളത്ത് ഒരു ക്ലിനിക്ക് നടത്തിയിട്ട് എന്താ പറയുക, മലയാളികളെ പറ്റിച്ച് ചികിത്സ കൊടുത്തു പോകുന്നത്. അയാൾക്ക് ലൈസൻസും ഇല്ല, ഒന്നുമില്ല, അയാൾ ഡോക്ടറും അല്ല. അതും 10-25 വർഷമായി. ഒന്ന് ആലോചിച്ച് നോക്ക്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വിവരമില്ലാത്ത ഒരുത്തം വന്ന് 100% വിദ്യാഭ്യാസമുള്ള മലയാളിയെ പറ്റിച്ചിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഈ എന്താ പറയുക, മെഡിക്കലിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഒരു വകുപ്പുണ്ടല്ലോ, മന്ത്രിമാരും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. മാസ ശമ്പളം എണ്ണി വാങ്ങുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വ്യാജ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കിൽ ഇരുന്നിട്ട് വർഷങ്ങളായിട്ട് ചികിത്സ കൊടുക്കുന്നത്. ഇതിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മാറി മാറി ഭരിച്ചിട്ടുണ്ട്. രണ്ടിലും ഉണ്ട് ഇങ്ങനെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മന്ത്രിമാർ, രണ്ടിലും ഉണ്ടായിട്ടുണ്ട്. എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമൊന്നുമില്ലേ? ഇങ്ങനെയല്ല ഓരോരോ അപകടങ്ങളും സംഭവിക്കുന്നത്. നിങ്ങൾ ഗൾഫ് രാജ്യം ഒന്ന് ആലോചിച്ച് നോക്ക്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യം ആലോചിച്ച് നോക്ക്. അവിടെയൊക്കെ നിമിഷ നേരം കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതോടെ പരിപാടി കഴിഞ്ഞു, ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താ വകുപ്പുകളൊന്നും ഇല്ലേ? പോലീസില്ലേ? പൈസ കിട്ടിയാൽ മതിയില്ലേ? വേറെന്ത് വേണം? പൈസ വന്നു കഴിഞ്ഞാൽ ആരെ കൊന്നാലും പ്രശ്നമില്ല, നമുക്ക് കാശ് മതി. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ 25 വർഷം എത്ര എന്താ പറയുക, ഈ പറയുന്ന പോലെ മന്ത്രി ഉൾപ്പെടെ എത്ര വകുപ്പുകളുള്ള എത്ര ആളുകളുണ്ട്, സ്ഥാനത്തുള്ള ആളുകളുണ്ട്. ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചെക്കിങ് ഒക്കെ ഇതിനുണ്ട്. പക്ഷെ ഇത് കാശ് വാങ്ങിയിട്ട് പലപ്പോഴും ചെയ്യാതിരിക്കണം. ഒരു ക്ലിനിക്ക് എങ്ങനെ ഒരു വ്യാജ ഡോക്ടറെ കൊണ്ട് റണ്ണാക്കാൻ പറ്റുക? അപ്പോൾ ഇതിന് ലൈസൻസ് എടുക്കണം, ഡോക്ടറിൻ്റെ ലൈസൻസിന് കൃത്യമായിട്ടുള്ള ഡോക്ടറിൻ്റെ ലൈസൻസ് വേണം, ഇതൊക്കെ കാണിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഈ വർഷത്തിൽ ഒരു ദിവസം ലൈസൻസ് പുതുക്കുന്ന പരിപാടികളൊക്കെ വെക്കി, അതിനൊക്കെ ഒരു ചാർജ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുക പല രാജ്യങ്ങളും. എല്ലാ ലൈസൻസും പുതുക്കുന്ന രീതിയിൽ വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ, സ്പെഷ്യലി ഈ ഡോക്ടർമാരുടെയൊക്കെ വർഷം കൂടുമ്പോൾ പുതുക്കണം എന്ന് പറയണം, നിർബന്ധമായിരിക്കണം. മിന്നൽ പരിശോധന ഇടയ്ക്കിടയ്ക്ക് നടത്തണം. എന്നിട്ട് എന്തെങ്കിലും വൃത്തികേടും മോശമായിട്ടുള്ള രീതിയിൽ, ഇപ്പോൾ ഒരു ചികിത്സ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ഫെസിലിറ്റി ഇങ്ങനെ ചികിത്സ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി ബോർഡൊക്കെ വെച്ചിട്ട് നല്ല ചാർജ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ ആ ചികിത്സ, ആ ഫെസിലിറ്റി അവിടെ കൊടുത്തില്ലെങ്കിൽ ഫൈൻ ഇടണം. അങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് പണം സമ്പാദിക്കുക. ആളുകളെ പിഴിയുകയും ആളുകയും പറ്റിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ നല്ല ഫൈൻ ഇട്ടിട്ട് ഗവൺമെന്റിന് സമ്പാദ്യം ഉണ്ടാക്കണം. ഇതൊരു തേങ്ങയും അറിയില്ല, ചുമ്മാ കയറി മന്ത്രിയാണെന്ന് പറഞ്ഞിട്ടിരിക്കുക, ചുമ്മാ കയറിയിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് വകുപ്പിലെ എന്താ പറയുക ഉദ്യോഗസ്ഥനാണെന്ന് കയറി ഇരിക്കുക. നിങ്ങളൊക്കെ പണിയെടുക്കണോ? സത്യം പറഞ്ഞു നാണക്കേടാണ് മലയാളികൾക്ക്. കാരണം എന്താ വെച്ചാൽ ഒരു തേങ്ങ അറിയാത്ത ആളുകളാണ് ഇതിൽ കയറി ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നാണക്കേട് തന്നെയാണ്. ഒരു ആസാം സ്വദേശി വന്നിട്ട് 10-25 വർഷമായിട്ട് ഈ മലയാളികളെ പറ്റിച്ച് ചികിത്സ കൊടുത്തിട്ടിരിക്കുന്നത്, ഒരു ലൈസൻസ് പോലും ഇല്ലാതെ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും കേരളത്തിൽ എത്ര ഹോസ്പിറ്റലുകളിൽ, എത്ര ക്ലിനിക്കുകളിൽ ഇരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ടോ? ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുക തന്നെ വേണം. ഇപ്പം ഞാൻ പാലക്കാടിലൊരു ഡോക്ടറുണ്ട്, ഒരു സ്കിന്നിൻ്റെ ആണ്, എന്തോ അവരുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. അവർ വന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അവരുടെ ക്ലിനിക്കിൽ, ചെറിയൊരു ക്ലിനിക്കിന് മുന്നിൽ ഗ്ലാസ്സിൽ എല്ലാ ചികിത്സയും അവൈലബിൾ. അതായത് സ്കിന്നുമായി ബന്ധപ്പെട്ട് മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യണോ, സ്കിന്നിൻ്റെ നിങ്ങൾക്ക് മാറ്റി സ്കിന്നിനെ പുതിയ സ്കിന്നാക്കി വെക്കണോ, എന്ത് വേണമെങ്കിലും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞ് പറഞ്ഞാൽ ഇതെന്തിനാ ഇപ്പം ചെയ്യുന്നത്, ഇതിൻ്റെ ആവശ്യമില്ല, മറ്റത് മറിച്ചത് പറഞ്ഞിട്ട് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ കൺസൾട്ടിങ് ഫീസ് കൊടുക്കണം, 250 രൂപയാണ്. നമ്മുടെ പോയതാണേ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇങ്ങനെ ഓരോ ഡോക്ടർമാരും ഈ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടിൽ. അപ്പം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിക്കണം. നല്ല ഡോക്ടർമാർക്കും കൂടെ ഇത് പേര് മോശമാണേ. വളരെ സത്യസന്ധമായിട്ട് വളരെ നല്ല രീതിയിൽ ചികിത്സ കൊടുക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു ഡോക്ടർ ഇങ്ങനെ വ്യാജ ഡോക്ടർ, അവർക്ക് നാണക്കേടാണ്. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ലൈസൻസ് എടുത്ത ആൾക്കാർ. ഇതൊക്കെ ഡോക്ടർമാർ മുന്നോട്ട് വരണേ, ഡോക്ടർമാർ മുന്നോട്ട് വരണം. കാരണം നിങ്ങൾക്ക് പേര് മോശമാണ്. ഇങ്ങനെ ഒരു വ്യാജ ഡോക്ടർ വന്ന് അവിടെ ഇരുന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച് MBBS വാങ്ങിയതിന് എന്താണ് അതിൽ ഒരു കാര്യമുള്ളത്? ഇവ വന്നിട്ട് ഒരു ലൈസൻസും ഇല്ലാതെ വന്ന് ചികിത്സ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അവൻ എന്തെങ്കിലും അബദ്ധം ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്കിടക്ക് നടക്കണമല്ലോ. ഇനി ഒരു പേഷ്യൻ്റ് വന്ന് ഒരു നല്ല ഡോക്ടറെ പോലും ഒരു വ്യാജ ഡോക്ടറായിട്ട് ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയില്ലേ? ഡോക്ടർമാരൊക്കെ സമരം ചെയ്യണം വളരെ കൃത്യമായിട്ട്. ഇതിന് എന്താ പറയുക ഓരോ ക്ലിനിക്കിലും പരിശോധിക്കാൻ
ഡോക്ടർമാർ തന്നെ പറയണം, നിങ്ങൾക്ക് ലൈസൻസ് കൃത്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം? നമ്മൾ ഏറ്റവും അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ ക്ലിനിക്കുകളിലും ഹോസ്പിറ്റലുകളിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ അത്യാവശ്യം മനുഷ്യൻ മരണ വെപ്രാളത്തിന് വരുമ്പോൾ ഒരു ചികിത്സ ഇത് നല്ല വൃത്തിക്ക് കിട്ടണം. അത് ഗവൺമെൻറ് ദയവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും തരാൻ ശ്രമിക്കുക. ഇതാണ് നിങ്ങൾക്കൊണ്ട് ആകപ്പാടം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം. അതിൽ പോലും വ്യാജ ഡോക്ടർമാരെ വെക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാർ കയറി കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിച്ച് നോക്ക്. കാശ് കൊടുത്തിട്ട് പോലും വ്യാജ ഡോക്ടർമാർ. ഇതൊക്കെ ആരാണ് അന്വേഷിക്കുക? ഇതൊക്കെ ഒരു സാധാരണ ജനങ്ങൾക്ക് വന്ന്, സാധാരണ ഒരു വ്യക്തിക്ക് വന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ പറ്റുമോ? ഇതിനാണ് നമ്മൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളത്. അതിൻ്റെ അകത്തൊരു വകുപ്പുള്ളത്, മനസ്സിലായോ? മെഡിക്കലിൻ്റെ വകുപ്പുള്ളത്, അതിനൊരു മന്ത്രിയെ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ താഴത്ത് കുറേ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വാങ്ങിയിട്ട് നന്ന അടിക്കുന്നതൊക്കെ അതിനാണ്. ഇതെല്ലാം നന്നം വാങ്ങി അടിച്ചിട്ട് കാര്യമില്ല. വളരെ കൃത്യമായിട്ട് പണിയെടുക്കണം. ഇപ്പോഴും എത്ര വ്യാജ ഡോക്ടർ ഉണ്ടെന്ന് ആർക്കറിയുന്നു? പൊന്നു സുഹൃത്തുക്കളെ, മലയാളികൾക്ക് അപമാനമാണ് കേട്ടോ. ഈ 10-25 വർഷം ഈ ഒരു ആസാം സ്വദേശി വന്നിട്ട് മലയാളികളെ പറ്റിച്ചിട്ട് ഡോക്ടറായിട്ട് ഇരുന്നിട്ട് ചികിത്സ എന്ന് പറഞ്ഞാൽ ശരിക്കും നടക്കണം മലയാളികൾക്ക്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ്.